കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റിലേക്ക് എത്തുന്ന മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. മാർച്ച് 1 മുതൽ പ്ലാന്റിലേക്ക് എത്തുന്ന മാലിന്യത്തിൽ 15 ടണ്ണോളം കുറയ്ക്കും. പ്ലാന്റിലേക്ക് ഇനി അഴുകാത്ത കോഴി മാലിന്യം മാത്രം കൊണ്ടുപോകാനാണ് തീരുമാനം. ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, വിവരങ്ങൾ. അമൃത, കഴിഞ്ഞ ഒരുപാട് കാലമായി ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റിനെതിരെ ഈ താമരശ്ശേരി, കട്ടിപ്പാറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ സമരം ശക്തമാക്കി വരികയായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ അറവ് മാലിന്യ പ്ലാന്റിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണം വീട്ടുകാർക്ക് ഒരു നിലക്കും കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ തരത്തിലുള്ള അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നു വരികയാണ്. നിരവധി സമരങ്ങളും അതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളൊക്കെ ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ മന്ത്രിക്കൊക്കെ ഉൾപ്പെടെ ഇവർ നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ഈ പ്ലാന്റിലേക്ക് നിലവിൽ എത്തുന്ന മാലിന്യത്തിൽ നിന്നും 10 മുതൽ 15 ടണ്ണോളം മാലിന്യം കുറച്ച് ഇനി പ്ലാന്റിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അത്തരത്തിൽ എത്തിക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതുപോലെ പ്ലാന്റിലേക്ക് അഴുകാത്ത കോഴി മാലിന്യങ്ങൾ മാത്രം എത്തിച്ചാൽ മതിയെന്നും ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നു. ഇന്ന് കളക്ടറേറ്റിൽ ചേർന്ന DLFMCയുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ജില്ലാ കളക്ടർ കെ കുമാറിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത്. ഇത് ബാക്കി വരുന്ന മാലിന്യം ഒരു 80 ടണ്ണോളം മാലിന്യമാണ് നിലവിൽ കോഴിക്കോട്ട് ഉള്ളത്. അത് ബാക്കിയുള്ള മാലിന്യം തൊട്ടടുത്ത ജില്ലയിലേക്ക് കൊണ്ടുപോകാനും നിർദ്ദേശമുണ്ട്. അമൃത.